ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ മക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടാൻ കാരണമായി. പല സ്ഥലങ്ങളിലും വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയ്ക്കിടയിൽ പുണ്യസ്ഥലത്ത് സഞ്ചരിക്കുന്ന തീർത്ഥാടകരുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഗ്രാൻഡ് മോസ്ക് അധികൃതർ സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകി. 2 പുണ്യഗേഹങ്ങളുടെ കാര്യങ്ങൾക്കായുള്ള ജനറൽ അതോറിറ്റി സോഷ്യൽ മീഡിയയിൽ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കി. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ അഭയം തേടാനും കയ്യിൽ കുടകൾ കരുതാനും അധികൃതർ നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പുകളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനും അധികൃതർ അപ്പോൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാനും സന്ദർശകരെ ഓർമ്മപ്പെടുത്തി. തീർത്ഥാടകർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ഇടിമിന്നലുള്ള സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും അപകടങ്ങളോ പ്രശ്നങ്ങളോ റിപ്പോർട്ട് ചെയ്യുന്നതിന് 1966 എന്ന നമ്പറിൽ അടിയന്തര സേവനങ്ങളെ വിളിക്കണമെന്നും സാമൂഹിക മാധ്യമ പോസ്റ്റിൽ അഭ്യർത്ഥിച്ചു. സൗദി അറേബ്യയിലെ വിവിധ പ്രദേശങ്ങളെ ബാധിച്ച പ്രതികൂല കാലാവസ്ഥയുടെ ഭാഗമായി മക്കയിൽ ശക്തമായ ഉപരിതല കാറ്റിനോടൊപ്പം മിതമായ മഴയും ഉണ്ടായിരുന്നു. ജസാൻ, അസീർ, അൽബഹ, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇടത്തരം മുതൽ ശക്തമായ ഇടിമിന്നൽ, ആലിപ്പഴം, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴയെ തുടർന്ന് മക്ക മുനിസിപ്പാലിറ്റി വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും താമസക്കാരുടെയും തീർത്ഥാടകരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി അടിയന്തര പദ്ധതി ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി. ഇതിനായി 600-ലധികം ഫീൽഡ് വർക്കർമാർ, 52 പ്രത്യേക വാഹനങ്ങൾ, 32 വലിയ ടാങ്കറുകൾ എന്നിവ വെള്ളം പമ്പ് ചെയ്യാനും റോഡുകൾ വൃത്തിയാക്കാനും വിന്യസിച്ചു. തടസ്സങ്ങൾ കുറയ്ക്കുന്നതിന് പ്രാദേശിക അധികാരികളുമായി ഏകോപിപ്പിച്ച് ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സൗദിയിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിൽ 6 പൗരന്മാർക്കെതിരെ ശിക്ഷ വിധിച്ചു. കള്ളപ്പണവുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചതിന് 6 സൗദി പൗരന്മാരെ 5 വർഷം വീതം തടവിനും 50,000 റിയൽ പിഴയ്ക്കുമാണ് സൗദി പ്രത്യേക കോടതി ശിക്ഷിച്ചത്. പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സൗദി അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. പബ്ലിക് പ്രോസിക്യൂഷന്റെ കീഴിലുള്ള സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കള്ളപ്പണം, വ്യാജ കറൻസി നിർമ്മാണം എന്നിവ സംബന്ധിച്ച ക്രിമിനൽ നിയമവും സാമ്പത്തിക തട്ടിപ്പ്, വിശ്വാസലംഘനം എന്നിവയെ ചെറുക്കുന്നതിനുള്ള നിയമവും ലംഘിച്ചതിന് പൗരന്മാർക്കെതിരെ കുറ്റം ചുമത്തി അന്വേഷണം നടത്തിയത്. ഇവർ വലിയ തോതിൽ രാജ്യത്ത് കള്ളപ്പണം എത്തിച്ച് വിതരണം ചെയ്യുന്നതിന് നേതൃത്വം നൽകിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. രാജ്യത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നും പ്രതികളിൽ ഒരാൾ 1 ലക്ഷം റിയാൽ കള്ളപ്പണം ആവശ്യപ്പെട്ടതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പ്രതി സൗദി കറൻസികളുടെ വ്യാജ നോട്ടുകൾ രാജ്യത്ത് എത്തിച്ച് ഉപയോഗിക്കുകയും മറ്റ് സൗദികൾക്കൊപ്പം അവ വിതരണം ചെയ്യുകയും ചെയ്തു. കൂടാതെ കള്ളനോട്ടുകൾ ഉപയോഗിച്ച് വലിയ തോതിൽ സ്വത്ത് സമ്പാദിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഖത്തറിലെ ഗതാഗത ലംഘനത്തിനുള്ള പിഴ ഇളവ് പരിപാടി ഉടൻ അവസാനിക്കാനിരിക്കെ പിഴ കുടിശ്ശികകൾ എത്രയും വേഗം അടച്ചു തീർക്കാൻ പൗരന്മാരെയും താമസക്കാരെയും സന്ദർശകരെയും ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡയറക്ടറേറ്റ് ഓർമ്മപ്പെടുത്തി. 2024 ജൂൺ 1 ആരംഭിച്ച 50% പിഴ ഇളവ് ഓഗസ്റ്റ് 31 അവസാനിക്കേണ്ടതായിരുന്നു. എങ്കിലും സമയപരിധി 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകുകയായിരുന്നു. ഇതാണ് നവംബർ 30 അവസാനിക്കുന്നത്. 50% ഇളവോടെ ട്രാഫിക് പിഴ അടയ്ക്കാനുള്ള അവസരമാണ് ഇതോടെ അവസാനിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കാണ് പിഴ ഇളവ് ലഭിക്കുക. നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തി ആകെ പിഴയുടെ പകുതി തുക മാത്രം അടച്ച് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം. ഡിസംബർ 1 മുതൽ പിഴത്തുകയും കുടിശ്ശികയും മുഴുവനായും അടയ്ക്കേണ്ടി വരും. മെക്കാനിക്കൽ വാഹനങ്ങൾ ഖത്തറിൽ നിന്നും പുറത്തേക്ക് യാത്ര ചെയ്യാൻ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ നിന്നും പെർമിറ്റ് വാങ്ങിയിരിക്കണമെന്ന നിയമവും അതുമുതൽ നടപ്പിൽ വരും. വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗതാഗത ലംഘനങ്ങൾ ഉണ്ടാകരുത്. മെക്കാനിക്കൽ വാഹനങ്ങൾ അന്തിമ ലക്ഷ്യസ്ഥാനം വ്യക്തമാക്കിയിരിക്കണം. പെർമിറ്റിന് അപേക്ഷിക്കുന്നയാൾ വാഹനത്തിന്റെ ഉടമ ആയിരിക്കണം. അല്ലെങ്കിൽ വാഹനം രാജ്യത്ത് നിന്നും പുറത്തു കൊണ്ടുപോകുന്നതിന് ഉടമയുടെ സമ്മതത്തിന് രേഖാമൂലമുള്ള തെളിവ് ഹാജരാക്കണം. എന്നാൽ GCC രാജ്യങ്ങളിലേക്കുള്ള വാഹനങ്ങളെയും ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളെയും എക്സിറ്റ് പെർമിറ്റ് നിബന്ധനയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഉടമയോ ഉടമയുടെ അനുമതിയുള്ള ആളോ ആയിരിക്കണം വാഹനം ഓടിക്കേണ്ടത് എന്ന നിബന്ധന ഇവയ്ക്കും ബാധകമാണ്.
നിയമങ്ങളും നടപടിക്രമങ്ങളും ലംഘിച്ചാൽ 90 ദിവസം വരെ വാഹനം പിടിച്ചെടുക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. നിലവിൽ രാജ്യത്തിന് പുറത്തുള്ള മെക്കാനിക്കൽ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ പുതുക്കണമെങ്കിൽ വാഹനം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സാങ്കേതിക പരിശോധനയ്ക്ക് വിധേയമാക്കണം. രജിസ്ട്രേഷൻ കാലഹരണപ്പെട്ട തീയതി മുതൽ 30 ദിവസത്തിനകം അത് പുതുക്കിയില്ലെങ്കിൽ വാഹന ഉടമ ലൈസൻസ് പ്ലേറ്റുകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിലേക്ക് തിരികെ നൽകിയിരിക്കണം. തിരികെ നൽകാത്ത വാഹന ഉടമകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഒരാഴ്ച മുതൽ 1 വർഷം വരെ തടവും 3000 മുതൽ 10,000 റിയാൽ വരെയുമാണ് ശിക്ഷ. സൗദിയിൽ നിയമലംഘകരായ പ്രവാസികളെ കണ്ടെത്തി നാടുകടത്തുന്നതിന്റെ ഭാഗമായുള്ള സുരക്ഷാ റെയ്ഡുകൾ തുടരുന്നു. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്ത് 20,000-ഓളം പ്രവാസികളാണ് അറസ്റ്റിലായത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്തോടെ വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിൽ സ്ഥലങ്ങളിലും പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിലും നടത്തിയ റെയ്ഡുകളിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 19,696 പ്രവാസികളെയാണ് സൗദി അധികൃതർ പിടികൂടിയത്. പിടിയിലായവരിൽ ഇന്ത്യൻ പ്രവാസികളും ഉൾപ്പെടുന്നു. നവംബർ 14-നും 20-നും ഇടയിൽ നടത്തിയ റെയ്ഡുകളിലാണ് 19,696 പേർ പിടിയിലായത്. വിവിധ നിയമലംഘനങ്ങൾക്ക് നേരത്തെ പിടിയിലായി താൽക്കാലിക തടവ് കേന്ദ്രങ്ങളിൽ കഴിയുന്ന 10,666 പ്രവാസികളെ സൗദിയിൽ നിന്നും നാടുകടത്തിയതായും അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച അറസ്റ്റിലായവരിൽ ഏറ്റവും കൂടുതൽ പിടിയിലായത് താമസ നിയമങ്ങൾ ലംഘിച്ചതിനാണെന്ന് അധികൃതർ വ്യക്തമാക്കി. 11,607 പ്രവാസികളാണ് വിസ നിയമങ്ങൾ ലംഘിച്ചതിന് പിടിയിലായത്. 5,176 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും 3,184 പേർ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനും പിടിക്കപ്പെട്ടു. അതിർത്തി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചതിന് 1,547 പേരെയാണ് സുരക്ഷാ അധികൃതർ പിടികൂടിയത്. ഇങ്ങനെ അറസ്റ്റിലായവരിൽ 65% എത്യോപ്യക്കാരും 32% യമനികളും ബാക്കി 3% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തേക്ക് അതിർത്തികൾ വഴി കടക്കാൻ ശ്രമിച്ച 71 പേരെയും അധികൃതർ അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസ സൗകര്യം ഒരുക്കുകയും വാഹനങ്ങൾ നൽകുകയും ജോലി നൽകുകയും ചെയ്തതിന് 22 പേരെയും സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തു. പുതുതായി അറസ്റ്റിലായവരെ കൂടാതെ 22,658 പ്രവാസികൾ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്നതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇവരിൽ 19,651 പേർ പുരുഷന്മാരും 3,007 പേർ സ്ത്രീകളുമാണ്. ഇവരിൽ 15,134 പേരെ നാട്ടിലേക്കുള്ള യാത്രാരേഖകൾ ശരിയാക്കുന്നതിനായി ബന്ധപ്പെട്ട നയതന്ത്ര കാര്യാലയങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട്. 2,656 പേർക്ക് അവരുടെ യാത്രാ ബുക്കിംഗ് അന്തിമമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. അതേസമയം നിയമലംഘകർക്ക് ഏതെങ്കിലും രീതിയിൽ സഹായം നൽകുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇവർക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം നൽകുകയോ അവർക്ക് യാത്ര ചെയ്യാൻ വാഹനം നൽകുകയോ താമസത്തിന് സൗകര്യം ഒരുക്കി നൽകുകയോ ജോലി നൽകുകയോ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം കാണുന്നത്. ഇത്തരം കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 15 വർഷം വരെ തടവും 1 ദശലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. അതിനു പുറമെ ഈ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച വാഹനങ്ങളും കെട്ടിടങ്ങളും നിയമ നടപടിക്ക് വിധേയമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.